പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇപ്പോൾ മയിലുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് കേട്ടോ. സൂപ്പർ മയിലാണ് അല്ലേ, എന്ത് ഭംഗി നോക്കിയേ. അപ്പൊ നമ്മുടെ മയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്ത് ഭംഗിയിലുള്ള ഒരു മയില നോക്കിയേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിൽ കണ്ണിലൊക്കെ വന്ന് കൊത്തുന്നാണ് പറയുന്നത്. ആട് വളർത്തുന്നുണ്ട്. ആടിനെ തീറ്റയ്ക്ക് വേണ്ടി പോയതാ. അന്നേരം ഇത് എന്തോ പറ്റിയിട്ട് അവിടെ ഒരു കുഞ്ഞല്ലേ, ചെറിയ കുഞ്ഞായിരുന്നു. അങ്ങനെ എന്തോ പറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവള് എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ വളർത്തിയത്. ചെറുതാ ഇത്, ഒരുവിധം പറക്കാറായെന്ന് തോന്നുന്നു. അന്നേരമാണ് കിട്ടിയത്. ഈ പറമ്പിന്ന് കിട്ടിയതാ. എന്തൊക്കെയായിരുന്നു അതിന് ഭക്ഷണം കൊടുക്കണ്ടായിരുന്നു? അത് എല്ലാം കൂടെ കൊടുക്കുമായിരുന്നു. ഗോതമ്പ്, എന്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഫുഡുകളൊക്കെ ഇങ്ങ് കൊടുക്കും. എല്ലാം തിന്നുമായിരുന്നു. ഇതിങ്ങനെ പറമ്പിൽ കൂടെ നടക്കും. പിന്നെ വേറെ മയിലുകളൊക്കെ വരും. അതിന്റെ കൂടെ അടുക്കൊന്നുമില്ല. അന്നേരം അതിന്റെ ഒപ്പം ഇത് പോവൊന്നുമില്ല. ഇതിങ്ങനെ എല്ലാ പറമ്പുകളിലും പോകും, എല്ലാ വീടുകളിലും പോകും. അവർ തീറ്റ കൊടുത്ത് അതൊക്കെ തിന്നിട്ട് വൈകുന്നേരം വരും. ഇവിടെ വരുമ്പോ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിള്ളേരെ ആക്രമിക്കും. അതിങ്ങനെ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു പേടിയുണ്ട്. ചിലപ്പോ ദേഷ്യം വന്നെങ്കിൽ പറന്ന് അടുത്ത് വന്നിട്ട് പറന്നിട്ട് തൊഴിയാണിത്. നമ്മളെ എന്ത് ചെയ്യാ, കൊത്തുവോ? തൊഴിക്കുന്നുണ്ട്. തൊഴിച്ച് മുറിവൊക്കെ പറ്റിട്ടുണ്ട്. എന്റെ പിള്ളേർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ശരി. പക്ഷെ അല്ലാതെ ഈ പേര് വന്നു കഴിഞ്ഞാലാണ് ഇത് സംഭവം, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ സംഭവമൊന്നുമില്ല അല്ലേ? എത്രയായിട്ട് നമ്മുടെ വീട്ടിലുണ്ട്? ചെറുപ്പം മുതലുണ്ട്. എത്ര വയസ്സായിട്ടുണ്ടാവും? ഇപ്പൊ വയസ്സൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതെ അല്ലേ, വയസ്സൊന്നും ഏകദേശം അറിയില്ല. ഇത് ഇങ്ങനെ പുല്ലിന് പോയപ്പോ കിട്ടി കൊണ്ടുവന്ന് വളർത്തി. പക്ഷെ വർഷങ്ങൾ കണക്കായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ പുറത്തു പോയിട്ട് കഴിക്കാം. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുള്ളൂ. വേറെ പുറത്തൊന്നും പോവില്ല. പുറത്ത് പോകും, എന്നാലും എവിടെയെങ്കിലും പോയിട്ട് വരൂല്ലേ? പോയിട്ട് വൈകുന്നേരം കൂടെ ഇണയൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇണകൾ വന്നിട്ടുണ്ട്, ഇത് പോയിട്ടില്ല. എന്നാലും നമ്മുടെ കൂടെ തന്നെ കുറെ ഇണകള്, കുറെ മയിലുകളൊക്കെ ഇത് ചുറ്റുവട്ടത്തിലൊക്കെ വരുന്നുണ്ട്. മാനും ഒക്കെ വരുന്ന സ്ഥലമല്ലേ, പിന്നെ മയിലുകൾ ഇഷ്ടം പോലെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം നമ്മളോട് ഇണങ്ങിയ കൊണ്ടായിരിക്കും ഇത് വന്നിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു മയിലാണ്. ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിയാണ് മയിലിനെ വളർത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്കൊരു പേടിയുണ്ട്, നമ്മുടെ മേൽ വന്ന് കൊത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം അടുത്തേക്ക് അങ്ങനെയാണ് പോവാത്തത്. അയ്യോ, അങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു. സാധാരണ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ മയില് പീലിയൊക്കെ വിടർത്തി നിൽക്കാറുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു അമ്മ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മൾ വന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, മയിൽ ഇതുവരെയായിട്ട് പീലിയൊന്നും വിടർത്തിയില്ല. ഞാൻ കുറച്ച് സമയം ഇവിടെ നിന്ന് നോക്കിട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.